ശ്രീ പി എം മനോജ്, ഇവിടെ CBI പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇത് വെറുതെ ഈ വിഷയത്തിൽ അവർ മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല. അങ്ങ് പറയുകയുണ്ടായി CBI അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന്. ഉത്തരവാദിത്വം നിർവഹിച്ചു. കാരണം ഈ ഒരു കാര്യം അവർ പരിശോധിച്ചു. അവർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം എന്താണ്? ഇത് വിശ്വസനീയമല്ല, ഇത് പോലീസ് ഭീഷണിപ്പെടുത്തി എടുത്തിരിക്കുന്നൊരു മൊഴിയാണ്. ഇനി അത് പോട്ടെ, CBIയുടെ രാഷ്ട്രീയമാണെന്ന് കരുതാം. അതല്ലാതെ CBI ശാസ്ത്രീയമായി പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. അത് ഇന്നത്തെ ഉത്തരവിൽ കോടതി പറഞ്ഞിട്ടുമുണ്ട്. ഒന്ന്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുറിവ് എന്ന് പറയുന്നത് ഈ പറയുന്ന സുബീഷിൻ്റെ മൊഴിയുമായി യോജിക്കാത്തതാണ്. ഈ കൊലപാതകം നടത്തിയ സമയം അതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പൊരുത്തപ്പെടുന്നതല്ല. ഉപയോഗിച്ച ആയുധം സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ അതും ശാസ്ത്രീയമായി എങ്ങനെ ഏതായുധം ഉപയോഗിച്ചായിരുന്നു ഇത് എന്ന CBIയുടെ കണ്ടെത്തലുമായി പൊരുത്തപ്പെടുന്നതല്ല. അങ്ങനെ ശാസ്ത്രീയ തെളിവുകൾ വെച്ചുകൊണ്ടാണ് CBI ഈ കാര്യം ഖണ്ഡിക്കുന്നത് എന്ന് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. ശാസ്ത്രീയമായ തെളിവുകൾ, അതുമായി യോജിക്കുന്ന മൊഴി, ഇതില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതിക്ക് മുമ്പായുള്ള പ്രശ്നം. കാരണം CBI അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുകൊടുത്തതല്ല ഈ കേസ്. ഈ കേസിലെ പ്രതികൾ കുറ്റവാളികൾ മറ്റൊരു കൂട്ടരാണ്. ആ കൂട്ടർ ചെയ്ത് സ്വാഭാവികമായിട്ട് CBI ഫ്രെയിം ചെയ്ത കേസും മറ്റേ കേസും തമ്മിൽ വലിയ വ്യത്യാസം വരും. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിയാണ്, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണല്ലോ സാധാരണഗതിയിൽ. ഇപ്പോൾ പറഞ്ഞത് അല്ലല്ല, ഞാൻ ചോദിക്കുന്ന പ്രഥമ ദൃഷ്ടിയ ഒരു ഏജൻസി, ഒരു അന്വേഷണ ഏജൻസിയാണ് കോടതി വിശ്വസിക്കുക, അല്ലാതെ ഒരു വ്യക്തിയല്ല. കാരണം ഈ വ്യക്തി എത്രമാത്രം വിശ്വാസയോഗ്യനാണ്? ഈ വ്യക്തി ഒരു ദിവസം ഒന്ന് പറഞ്ഞു, മറ്റൊരു ദിവസം മറ്റൊന്ന് പറഞ്ഞു, പിന്നെ ഇപ്പോൾ അദ്ദേഹത്തെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ വ്യവഹാരിയായിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തർക്ക വിഷയവും അങ്ങേയറ്റം ആത്മനിഷ്ഠവുമാണ്. ഇവിടെ കോടതി അന്ധമായി CBI വിശ്വസിച്ചാലും നമുക്ക് വിമർശിക്കാമായിരുന്നു. അങ്ങനെയല്ല, കോടതി CBI മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രീയമായ തെളിവുകൾ അതും ഈ മൊഴിയും തമ്മിലുള്ള പൊരുത്തക്കേട് വെച്ചുകൊണ്ടാണ് ആ മൊഴി തള്ളുന്നത്. അതിൽ എനിക്കിന്ന് തോന്നിയ ഒറ്റ കാര്യമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി പൊരുത്തപ്പെടുന്നതല്ല സുബീഷിൻ്റെ മൊഴി എന്നാണ്. യഥാർത്ഥത്തിൽ സുബീഷിൻ്റെ മൊഴി ആകെ തള്ളിക്കൊണ്ടാണ് കോടതി ഒരു നിഗമനത്തിലെത്തുന്നത്, അല്ലെങ്കിൽ CBI ഒരു നിഗമനത്തിലെത്തുന്നത്. സുബീഷ് ആദ്യം ഒരു കാര്യം പറഞ്ഞു, പിന്നീട് അത് മാറ്റി പറഞ്ഞു. കോടതിയിൽ പറഞ്ഞു എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല, എനിക്ക് യാതൊരു പരിക്കുമേറ്റിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പോലീസിന് മുമ്പിലല്ല ക്യാമറയ്ക്ക് മുന്നിൽ കാല് ചുണ്ടി നടക്കുന്നതായിട്ട് അഭിനയിച്ചു. ഇങ്ങനെ ഒരുപാട്, അത് RSSൻ്റെ ഒരു പൊതുരീതിയാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ സുബീഷ് മാത്രമല്ല ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഷിനോജ് ജയിലിൽ കിടക്കുമ്പോൾ അവിടെയുള്ള CPM പ്രവർത്തകരുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് അത് പുറത്ത് വന്നിട്ട് ശാസ്ത്രീയമായ തന്നെ തെളിവ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഷിനോജിനെ RSS ആറ്റിങ്ങലിലേക്ക് മാറ്റുകയാണ്. ആറ്റിങ്ങലിൽ ഒരു കാര്യാലയത്തിൽ വെച്ച് വിഷ്ണു എന്ന് പറയുന്ന RSS പ്രവർത്തകൻ, ആ RSS പ്രവർത്തകനോട് ഷിനോജ് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആ പറഞ്ഞ് അത് പുറത്തു പോയത് വിഷ്ണുവിലൂടെയാണ് എന്ന ധാരണ കൊണ്ട് 38 ദിവസം വിഷ്ണുവിനെ കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണ കേരളത്തിലെ വിവിധ കാര്യാലയങ്ങൾ കൊണ്ടുപോയി RSS പീഡിപ്പിക്കുകയാണ്. അവിടുന്ന് ചാടി വിഷ്ണു രക്ഷപ്പെട്ടിട്ട് അവസാനം എത്തുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. ആ ജനറൽ ആശുപത്രിയിൽ പോവുകയും വിഷ്ണു കോടതിക്ക് കൊടുത്ത മൊഴിയും ഇതും ആയിട്ട് കോറിലേറ്റ് ചെയ്യണം. ആറ്റിങ്ങൽ കോടതിയിൽ 164 വിഷ്ണു കൊടുത്തിട്ടുണ്ട്. വിഷ്ണുവായിട്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്, എനിക്കറിയാം. കൃത്യമായിട്ട് RSSൻ്റെ ഈ പദ്ധതികൾ മുഴുവൻ എന്താണ് എന്ന് ആറ്റിങ്ങൽ കോടതിയിൽ വിഷ്ണു പറഞ്ഞു. എപ്പോഴും എൻ്റെ ആ കാതലായ ചോദ്യം ബാക്കി കിടക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയപ്പെടുന്ന ശാസ്ത്രീയമായ കാര്യങ്ങളും, ഉദാഹരണത്തിന് മുറിവിൻ്റെ കാര്യം, പക്ഷെ സുബീഷ് ഈ പറയുന്ന മുറിവ് എന്ന് പറയുന്നത് അതുമായി പൊരുത്തപ്പെടുന്നില്ല. തീർച്ചയായും ഉപയോഗിച്ച ആയുധം പൊരുത്തപ്പെടുന്നില്ല. സുബീഷിന്റെ കാര്യത്തിൽ മരിച്ച സമയം അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട സമയം പൊരുത്തപ്പെടുന്നില്ല. സുബീഷ് പറഞ്ഞത് പൂർണ്ണമായും വിശ്വാസമൊന്നും എനിക്കില്ല. സുബീഷ് പറഞ്ഞതിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 3 കേസിലാണ് സുധീഷിൻ്റെ കാര്യം പറഞ്ഞത്. സുധീഷ് മറ്റൊരു കേസിൽ, അതായത് കണ്ണവൻ തൊടിക്കുളത്തെ CPIM പ്രവർത്തകനായിരുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്ന പവിത്രനെ കൊന്ന കേസിൽ സുധീഷ് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കേസ് കേരള പോലീസ് അന്വേഷിച്ചു. കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ സുരേന്ദ്രൻ്റെ പാർട്ടിക്കാരായ 2-3 RSSകാർ അവർ യഥാർത്ഥ പ്രതികളല്ല എന്ന് കണ്ടെത്തി. അവരെ വിട്ടു. യഥാർത്ഥ പ്രതികൾക്ക് നേരെ അന്വേഷണം നീണ്ടിരിക്കുകയാണ് ആ കേസ്. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ മൊഴിയിൽ തന്നെയാണ് ഫസൽ വധവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് കേരള പോലീസ് കൃത്യമായി ഈ കാര്യം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. CBI അത് ഏറ്റെടുക്കുന്നില്ല. അതാണ് വിഷയം. ശരി, സുരേന്ദ്രൻ, PM മനോജും സുരേന്ദ്രനും തമ്മിലുള്ള വാക്പോരാകാതെ താങ്കൾ മറുപടി പറയുക, ഞാനിവിടെ വിടില്ല. അല്ല വേണു, ഞാൻ ഇനി അധികം മറുപടി പറയണമെന്നില്ല. കാരണം
വേണു വളരെ എൻ്റെ അടുത്ത സുഹൃത്താണ് താങ്കൾ. പക്ഷെ വളരെ വളരെ പക്ഷപാതപരമായിട്ടാണ് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കഥയുണ്ടാക്കി ആ കഥ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ ഒരടിയും ഇല്ലാതെ തന്നെ സുബീഷ് നൽകിയ ഒരു മൊഴിയാണെന്ന് ഞാൻ സമ്മതിച്ചു തരാം വാദത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു മൊഴിയുമായിട്ട് നാളെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് കേസിൻ്റെ അന്വേഷണം പൂർണ്ണമായിട്ടും പൂർത്തിയാക്കി വിചാരണ കഴിഞ്ഞ് അത് ശിക്ഷാ നടപടിയിൽ പ്രഖ്യാപിക്കാൻ വരുന്നൊരു സന്ദർഭത്തിൽ കോടതിയിൽ കൊണ്ടുകൊടുത്താൽ വിശ്വസിക്കാൻ മാത്രം മടയന്മാരാണോ ഈ രാജ്യത്തെ നീതിപീഠങ്ങൾ മുഴുവൻ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്ത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഈ കേസിൻ്റെ FIR തയ്യാറാക്കിയ CBI ആണോ? ഈ കേസിൻ്റെ മഹസർ തയ്യാറാക്കിയത് CBI ആണോ? ഈ കേസ് പോസ്റ്റ്മോർട്ടം നടത്തിയത് CBI ആണോ? ഈ കേസിൽ ഗൂഢാലോചന പാർട്ട് മാത്രമാണ് CBI അന്വേഷിക്കുന്നത്. ബാക്കിയെല്ലാം കേരള പോലീസ് തന്നെയാണ് അന്വേഷിച്ചിട്ടുള്ളത്, അവർ കണ്ടെത്തിയിട്ടുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ CBI ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഈ കേൾക്കുന്ന മലയാളികളെല്ലാവരും നിങ്ങളെപ്പോലെ രാഷ്ട്രീയ തിമിരം ബാധിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയാണ്. ആ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ബഹുമാനപ്പെട്ട കോടതി കൂട്ടു നിൽക്കണമെന്നാണോ? കോടതി വിധി വന്നാലും നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നിങ്ങൾക്കിനി ഹൈക്കോടതിയെ സമീപിക്കാൻ മനോജ്. ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതി, അതല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ RSSനെ സംശയിച്ചത്? ഞാൻ പറയാം ഉത്തരം. എന്തുകൊണ്ടാണ് സംശയിച്ചത്? കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പിറ്റേ ദിവസം പള്ളിയിൽ നിന്ന് നമാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയായിട്ട് പറഞ്ഞു ഇത് RSS വർഗീയ കലാപം ഉണ്ടാക്കാൻ നടത്തിയ ഒരു കൊലപാതകമാണിതെന്ന്. അതിൻ്റെ ക്ലിപ്പിംഗ് പഴയ ഇന്ത്യ വിഷനിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? പഴയ ഇന്ത്യ വിഷനിൽ കൃത്യമായിട്ട് ആ പഴയ ഇന്ത്യ വിഷൻ്റെ ക്ലിപ്പിംഗ്സ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ധാരാളം സോഷ്യൽ മീഡിയയിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാരായി രാജനും ചന്ദ്രശേഖരനും ഇത് RSSന്റെ തലയിൽ കെട്ടിവെക്കാൻ നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായി, ഭരണകക്ഷിയാണല്ലോ പറയുന്നത്, സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും. ബാക്കിയെല്ലാം അടിസ്ഥാനരഹിതമാണ്. കേസ് പോയ വിധവയ്ക്ക് പരാതിയില്ല, കേസ് നടത്തുന്ന പോപ്പുലർ ഫ്രണ്ടിന് പരാതിയില്ല. കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നാടകം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ആ നാടകമാണ് ശരിയെന്ന് പറഞ്ഞു കൊടുത്താൽ അത് അംഗീകരിച്ച് ഇതിനൊന്നും ഒരു മറുപടിയും അർഹിക്കുന്നില്ല. കേസിലെ മൊഴിയെ കേരള പോലീസ് പുതിയ പ്രതികളെ ഉൾപ്പെടുത്തി. നിങ്ങൾ അതിനോട് ഈ ഗവൺമെന്റ് അല്ല മാറ്റിയത്. അല്ലല്ല, ഞങ്ങൾ അതിനെ കോടതിയിൽ നല്ല വക്കീലിനെ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം ആ കേസ് എന്താവും എന്നുള്ളത്. കള്ളക്കേസല്ല ഇവിടെ. ഞാൻ ചോദിക്കട്ടെ വേണു, നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തല്ലോ, P. മോഹനനെ കൊലപ്പെടുത്താൻ RSS കോഴിക്കോട് ബോംബാക്കാൻ. ഏത് P. മോഹനെ കൊലപ്പെടുത്താൻ? എന്തായി കേസ്? കോടിയേരി ബാലകൃഷ്ണന് ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുത്തില്ലേ? എന്തായി കേസ്? ഒരാളെ പിടിച്ചിട്ടുണ്ടോ? ഇത് CPMന്റെ പരിപാടിയാണ് സ്ഥിരമായിട്ട്. P. മോഹനെ ആര് ബോംബെറിഞ്ഞു? 25,000 ടെലിഫോൺ രണ്ട് പ്രതികൾ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമായി. അവർ ഈ ഫസലിനെ കണ്ടിട്ട് പോലുമില്ല എന്നതാണ് അതിന്റെ തെളിവായി വരുന്നത്. ഇനി പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല വേണു. പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? പോളിഗ്രാഫ് ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നോ നെഗറ്റീവ് ആവുന്നോ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പറയാണ് ഞങ്ങളെ പോളിഗ്രാഫ് ബ്രെയിൻ മാപ്പിംഗ് ഏത് തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കൂ എന്ന്. അത് നിരസിക്കുകയും ചെയ്യുന്നു. അല്ല, സുബീഷ് പറഞ്ഞല്ലോ. അത് മൂന്നാമത് വരുന്നല്ലേ? എന്താ ഞാൻ സുബീഷ് പറഞ്ഞിട്ടില്ലേ ഏതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കാം? ഈ ചോദ്യം ചന്ദ്രശേഖരന്റെ കേസിൽ ജയരാജനോട് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ. എന്താ പിന്നെ എൻ്റെ സുഹൃത്ത് മറ്റേ പഴയ VS അച്യുതാനന്ദന്റെ സെക്രട്ടറി അദ്ദേഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ചർച്ചയിൽ. ഈ ചോദ്യം ചന്ദ്രശേഖരന്റെ കേസിൽ ജയരാജന്റെ കാര്യത്തിലും CPM നേതാക്കന്മാരുടെ കാര്യത്തിലും പറഞ്ഞിരുന്നല്ലോ. അന്ന് എന്താണ് CPM എടുത്ത നിലപാട്? എന്താ ഇപ്പൊ ഒരു പോളിഗ്രാഫ് ടെസ്റ്റ് വലിയ വാർത്തയായിട്ട് വന്നിരിക്കുന്നത്? ശരി സുരേന്ദ്രൻ, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരികെ എത്താം.